ഹായ്. എവിടെ നിന്നിരുന്ന? പെരുമ്പാവൂര്. എന്ത് പർച്ചേസ് ആയിരുന്നു? ചേട്ടന് വെഡിങ് പർച്ചേസിന് വേണ്ടി വന്നാണ്. കളക്ഷൻ കളക്ഷൻ ഒക്കെ കൊള്ളാം. നമ്മള് മെറ്റീരിയൽ ചേട്ടന് വെഡിങ് ഈവന്റ് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നാണ്. നല്ല സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാനാണെങ്കിലും പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒപ്പീനിയനും ചോദിച്ചു. അതുപോലെ തന്നെ അവരും നമ്മുടെ ഇപ്പൊ നിന്ന് എല്ലാം ചെയ്തു തന്നു. സെലക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ലായിരുന്നു. സർവീസ് എങ്ങനെയായിരുന്നു? അതായിരുന്നു, സ്റ്റാഫ് അടിപൊളിയായിരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാം നല്ലായിരുന്നു. ഫസ്റ്റ് ടൈം ആണ് വരുന്നത്? അല്ല, സെക്കൻഡ് ടൈം ആയിരുന്നു. ചേട്ടന്റെ എൻഗേജ്മെന്റിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നല്ലായിരുന്നു. അന്നേരം ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഇവിടെ നിന്നാണ് ഷോപ്പ് ചെയ്തത്. നമുക്കെന്താ പറയാനുള്ളത്? നല്ല സെലക്ഷനാണ്. 2 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. കുറച്ച് പർച്ചേസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് സമയം കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം വരാനായിട്ടാണ് പ്ലാൻ നിൽക്കുന്നത്. നല്ല സെലക്ഷനാണ്. മെറ്റീരിയൽസ് ആണെങ്കിലും റണ്ണിങ് മെറ്റീരിയൽ എസ്പെഷ്യലി പറയണം, നല്ല സെലക്ഷനാണ്. ഞങ്ങൾക്ക് കിട്ടിയ സ്റ്റാഫും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പ്രിയയും ജിജോ ചേട്ടനും രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഞങ്ങൾ ഉച്ചയായപ്പോഴാണ് വന്നത്, അതുകൊണ്ട് മുഴുവൻ എടുത്ത് തീർന്നില്ല. അടുത്ത ദിവസം നമ്മൾ എന്തായാലും അടുത്ത് ഇനിയും വരും. ഹാപ്പിയാണ്. റേറ്റ് വൈസ് ആണെങ്കിലും സെലക്ഷൻ വൈസ് ആണെങ്കിലും പെർഫെക്റ്റ്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി പറയേണ്ടത് ഡിസൈനർ പ്രിയ ചേച്ചിനെയും അജിജോ എന്ന് പറഞ്ഞ ചേട്ടനെയാണ്. അവർ ഭയങ്കര ഫുൾ സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് പെയർ ചെയ്ത് തന്നു. അടിപൊളിയായിരുന്നു. എനിവേ എല്ലാവർക്കും നന്ദിയുണ്ട്. അടിപൊളിയായിരുന്നു. മറ്റേ പ്രിയ ചേച്ചി ഡിസൈനർ ചേച്ചിയായിരുന്നു ഏറ്റവും നൈസായിട്ട് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നു. നല്ല ഇതായിരുന്നു സ്റ്റാഫിന്റെ അടുത്ത്. താങ്ക് യു. അപ്പൊ എല്ലാവരും വരണം കേട്ടോ. നെക്സ്റ്റ് ടൈം വരണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ വീട്ടിൽ എല്ലാ പുറവും